ഹലോ എല്ലാ കൂട്ടുകാർക്കും ഫിലിം ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മുടെ +2 റിസൾട്ട് വരെയാണ്, ഇന്ന് നമ്മുടെ SSLC റിസൾട്ടും വരെയാണ്. അപ്പോൾ ഞാൻ വന്നത് വേറെ ഒന്നുമല്ല, +2 റിസൾട്ട് എപ്പോഴാണ് വരുന്നത്, എത്ര മണിക്കാണ് വരുന്നത്, നമുക്ക് എത്ര മണിക്കാണ് ലഭിക്കുക, അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കുറച്ച് കാര്യങ്ങൾ കൂടെ സംസാരിക്കാനുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ഈ ആപ്ലിക്കേഷൻ വെച്ച് നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് മറ്റേത് സൈറ്റുകളെക്കാളും ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് റിസൾട്ട് വരുന്ന ടൈമിൽ. അപ്പോൾ ഇതിനുവേണ്ടി ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ കയറിയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ പ്ലേ സ്റ്റോർ കയറി സെർച്ച് ചെയ്താലും മതി, കേരള ബോർഡ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വരും. എന്നിട്ട് ഈ ആപ്ലിക്കേഷൻ എന്താണ് ചെയ്തത്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു കാര്യം ഇവിടെ കാണിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെർച്ച് കൊടുക്കുക, സെർച്ച് ബോർഡ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ അവിടെ നിങ്ങൾ കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കേരള ബോർഡ് എന്ന് കൊടുക്കുക. കേരള ബോർഡ് എന്ന് കൊടുക്കുമ്പോഴത്തേക്കും 10ന്റെ റിസൾട്ടും +2 റിസൾട്ടും ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾ ഏതാണോ പഠിക്കുന്നത് അത് നിങ്ങൾ കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം വേറെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. റിസൾട്ട് എന്ന് അവിടെ കിടക്കും. അത് കൊടുക്കുമ്പോഴത്തേക്കും ചെക്ക് റിസൾട്ട് എന്ന് പറഞ്ഞ സാധനം വരും. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ +2 റിസൾട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വർഷങ്ങളിലൊക്കെ 3 മണിക്ക് വരാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം വരുന്നത് അപ്പോഴല്ല. എപ്പോഴാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 11 മണിക്കാണ് വരുന്നതെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട് എനിക്ക് കിട്ടിയത്. അപ്പോൾ 11 മണിക്ക് തന്നെയായിരിക്കും. ഇനി ഇതിനെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ തന്നെ എന്തായാലും ഞാൻ അറിയിക്കാം. അപ്പോൾ 11 മണിക്കാണ് കിട്ടുന്നത്. ആരും വീഡിയോ നിർത്തി പോകരുത്. വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ സംസാരിക്കാനുണ്ട്. റിപ്പോർട്ടുകൾ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അതല്ല റിപ്പോർട്ടിൽ പറയുന്നത്. ഞാൻ പറഞ്ഞ പക്ഷേ റിസൾട്ട് തമിഴ്നാട്ടിലൊക്കെ ഓക്കെ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കേരളത്തിലും അതുപോലെ ആയിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എനിക്കറിയത്തില്ല. അപ്പോൾ എനിക്ക് കിട്ടിയ റിപ്പോർട്ട് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങളാരും പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഇതുവരെ എല്ലാം ഓക്കെയാണ്. ഇനി നാളെ നമുക്കറിയാം എന്താണ് കാര്യമെന്ന്. ഇന്ന് നമുക്ക് SSLCയുടെ കാര്യം കൂടെ അറിയാം. അപ്പോഴത്തേക്ക് നമുക്കൊരു ഏകദേശം ഒരു ധാരണ കിട്ടും. പിന്നെ SSLCയും +2 വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാനും പറ്റില്ല. രണ്ടും രണ്ട് ജേണറാണ്. അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇതല്ല നിങ്ങളുടെ അവസാനം. അതായത് +2 റിസൾട്ട് വന്ന് നിങ്ങൾ ഇപ്പോൾ ഫെയിലായെന്ന് വെച്ചാലും, നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞെന്ന് വെച്ചാലും, ഇതല്ല നിങ്ങളുടെ അവസാനം. നിങ്ങൾക്ക് ഇനിയും ഭാവിയുണ്ട്. അതുകൊണ്ടിട്ട് നിങ്ങളാരും പേടിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല, ടെൻഷനും വേണ്ട. കിട്ടുന്ന മാർക്ക് എത്രയാണോ അതിൽ നിങ്ങൾ സന്തോഷിക്കുക. അത് നിങ്ങൾക്ക് അർഹപ്പെട്ട മാർക്ക് തന്നെയായിരിക്കും. അതുകൊണ്ട് നിങ്ങളാരും പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അർഹപ്പെട്ട മാർക്ക് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്രയുള്ളത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഈ ചെറിയൊരു ഇൻഫർമേഷൻ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് 5000 സബ്സ്ക്രൈബേഴ്സ് ഉടൻ തന്നെ ആവുകയുള്ളതാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ഒരിക്കലും പോകരുത്. നമുക്ക് 5000 സബ്സ്ക്രൈബേഴ്സ് ഒരുമിച്ച് നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ അടിക്കുക. ഈ കാര്യം നിങ്ങളുടെ കൂട്ടാൻ അറിയത്തില്ലെങ്കിൽ അവനും കൂടെ ഒന്ന് ഷെയർ കൊടുക്കുക. കാരണം അവനവിടെ സന്തോഷിക്കാതെ ഇരിക്കുന്നുണ്ടാവും. അവനും കൂടെ ഒന്ന് സന്തോഷിച്ചോട്ടെ. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ഞാൻ അടുത്ത് വരുന്നതായിരിക്കും. അതിലേക്ക്